കൊല്ലം കോർപ്പറേഷനും കരാറുകാരും തമ്മിലുള്ള തർക്കത്തിൽ ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കാടുകയറി നശിക്കുന്നു. കൊല്ലം ബീച്ചിനോട് ചേർന്നുള്ള മഹാത്മാഗാന്ധി പാർക്കിനാണ് ഈ ദുരവസ്ഥ. കോടികൾ മുടക്കി സ്ഥാപിച്ച പാർക്കിലെ കുട്ടികൾക്കായുള്ള സംവിധാനങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഒരു വർഷം മുൻപ് വരെ ഇതായിരുന്നില്ല ഇവിടുത്തെ അവസ്ഥ. കുട്ടികളും സന്ദർശകരുമൊക്കെയായി ഏറെ തിരക്കുള്ള നഗരത്തിലെ പ്രധാന വിശ്രമ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇവിടം. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കൊല്ലം ബീച്ചിലെത്തുന്നവർ ഏറെ നേരം കുട്ടികളുമായി ഇവിടെ ചിലവഴിച്ചിരുന്നു. എന്നാലിപ്പോൾ തെരുവു നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും വിശ്രമ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ പാർക്കിന് സമീപത്തുകൂടി പോകാൻ തന്നെ പേടിയാണ്. 1967 അന്നത്തെ ഉപരാഷ്ട്രപതി സാക്കിർ ഹുസൈനാണ് മഹാത്മാഗാന്ധി പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഒരു മാൻ പാർക്കും അക്വേറിയവും ഉൾപ്പെടുന്ന ഒരു പാർക്ക് സമുച്ചയമുണ്ടായിരുന്നു. എന്നാൽ നടത്തിപ്പിലെ പാളിച്ചകളും ഒപ്പം സാമൂഹിക വിരുദ്ധരുടെ ശല്യവും കാരണം അത് അടച്ചുപൂട്ടി. പിന്നീട് കൊല്ലം കോർപ്പറേഷൻ പാർക്കിൻ്റെ നവീകരണത്തിനായി പണം അനുവദിച്ചു, ലക്ഷങ്ങൾ മുടക്കി. എന്നാൽ നടത്തിപ്പവകാശം കരാറുകാരെ ഏൽപ്പിച്ച് ഒരു വരുമാന കേന്ദ്രമാക്കി പാർക്കിനെ മാറ്റിയതോടെ കാര്യങ്ങൾ അവതാളത്തിലായി. കോർപ്പറേഷൻ്റെ ഭീമമായ വാടക നൽകാൻ കഴിയാതെ കരാറുകാർ പിന്മാറി. ഒടുവിലായി 7 ലക്ഷം രൂപ മാസവാടക നൽകാൻ കഴിയാതെ വന്നതോടെ മൂന്നാമത്തെ കരാറുകാരനും പാർക്കിൻ്റെ നടത്തിപ്പിൽ നിന്നും പിന്മാറി. അതോടെ സന്ദർശകർ കയറാതെ പാർക്ക് കാടുപിടിച്ചു. പക്ഷേ ഇപ്പം ഇങ്ങോട്ട് വരണമെന്നുള്ള ടെൻഡൻസി പോലും ഇല്ല. കാരണം പാർക്ക് വളരെ അനാഥമായി കിടക്കുകയാണ്. ആരും പട്ടി പോലും കയറാത്ത ഒരു രീതിയിൽ ആക്കുകയാണ്. ഇത് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ആളുകൾ ഏജൻറ്റ് തിരിച്ച് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ തമ്മിലടിച്ചുകൊണ്ട് ഒരു നശിപ്പിക്കുന്ന ഒരു ടെൻഡൻസിയാണ് സമൂഹത്തിലുള്ളത്. നീന്തൽക്കുളം, കൃത്രിമ വെള്ളച്ചാട്ടങ്ങൾ, കുട്ടികൾക്കായുള്ള കളിയുപകരണങ്ങൾ എന്നിവയൊക്കെ ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഇവിടെ ഒരുക്കിയതെന്ന് കൊല്ലം കോർപ്പറേഷൻ മറന്നുപോയിരിക്കുന്നു. പാർക്കിൻ്റെ ആവശ്യകതയും ഉദ്ദേശലക്ഷ്യവും മറക്കാതെയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു കച്ചവട കേന്ദ്രമായി മാത്രം ഇതിനെ കണ്ടതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. അപ്പോഴും കൗൺസിൽ യോഗങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ നവീകരണത്തിനായി കോടികളാണ് വകയിരുത്തുന്നത്. അമൃത ന്യൂസ്, കൊല്ലം.